എല്ലാവർക്കും നമസ്കാരം. ചപ്പാത്തിയോടൊപ്പവും പൂരിയോടൊപ്പവും ചോറിനോടൊപ്പവും ഒരുപോലെ വിളമ്പാവുന്ന ഒരു പാലക് ദാൽ റെസിപ്പി കണ്ടു നോക്കിയാലോ? അതിനായി പാലക്ക്, സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കടലപ്പരിപ്പ് വേവിച്ചത് ഇവയൊക്കെ തയ്യാറാക്കി വെക്കണം. പാലക്ക് ചെറുതായി അരിഞ്ഞും തക്കാളി, സവാള ഇവയൊക്കെ അരിഞ്ഞും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചും വെച്ചിട്ടുണ്ട്. പിന്നീട് ചൂടായ പാനിലോട്ട് ജീരകം, വറ്റൽമുളക് ഇവയിട്ട് പൊട്ടിച്ചതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ കായം, തക്കാളി ഇവ കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അല്പസമയം അടച്ചു വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ 2 മണിക്കൂർ കുതിർത്ത് കുക്കറിൽ ഒരു 3-4 വിസിലടിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇപ്പം ജ്യൂസി ആയിട്ട് നല്ല ലൂസായിട്ടുള്ള ദാലാണ് വേണമെങ്കിൽ അല്പം വെള്ളം കൂടുതൽ ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ രുചികരമായ പാലക് ദാൽ തയ്യാറായി. ചോറിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പവും അതുപോലെ പൂരിയോടൊപ്പവും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് പാലക് ദാൽ. ഇവിടെ പാലക്കിന് പകരം നമുക്ക് വേണമെങ്കിൽ നമുക്ക് സുലഭമായി കിട്ടുന്ന മുരിങ്ങയിലയോ അല്ലെങ്കിൽ ചുമന്ന ചീര വെച്ചോ പച്ചച്ചീര വെച്ചോ ഒക്കെ ഈ ദാൽ കറി തയ്യാറാക്കിയെടുക്കാം. തേങ്ങ അരയ്ക്കാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ് ഇത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വിഭവം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അഭിപ്രായങ്ങളും മെസ്സേജായിട്ട് അയക്കണം.